ചിക്കൻ കഴിച്ചാൽ തോനേം ചോറുണ്ണാം, ഗ്രേവി കൂട്ടി കപ്പയും കഴിക്കാം. ചേട്ടത്തിയേ, ഓ ഇവിടുത്തെ പണി ഏകദേശം ഒതുങ്ങാറായി. മച്ചമ്പി വിളിച്ച് ചിക്കൻ കൊണ്ടുവരാൻ പറ. മച്ചമ്പയ്ക്ക് അത് മാത്രം ചെയ്താൽ മതി, വേറെ കുറെ കാര്യങ്ങളില്ലേ. വരട്ടെ. എത്ര നേരമായി ഇത്? ഇത്ര ഇതും കൂടി എടുത്തോ. ഇത് ഇത്രയും മതിയോ? എത്ര പോരാ പോരാ, ഫുള്ള് വേണം. ഫുള്ള് വേണ്ട, എടുത്തോ. ഓ എനിക്ക് 2 അടി കിട്ടിയാലെന്താ? മച്ചമ്പയ്ക്ക് ലോട്ടറി അടിച്ചല്ലോ. എന്നാലും ഞാൻ ആലോചിക്കുന്നത്, എന്നെ തേടി ഇവിടെ വന്ന് അടിച്ചത് ആരായിരിക്കും? അത് ആരാണെന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ ക്ലീറ്റോ. കണ്ടുപിടിക്കും, അന്നേരം ഒരെണ്ണം തിരിച്ചു കൊടുക്കാം. എൻ്റെ വഴിക്ക് ഞാനും അന്വേഷിക്കുന്നുണ്ട്. ആരാ അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തതെന്ന്, എന്നെ അടിച്ച ആരാന്ന് വെച്ചാൽ അമ്മാരെ കൈ കിട്ടുവന്നുണ്ട്. ഈ കത്തി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യണ എന്തിനാ? മനുഷ്യരല്ലേ, ഒരു അബദ്ധം പറ്റുന്നതല്ലേ. ബാത്റൂമിൽ പോയിരിക്കുമ്പോൾ ചോര ആദ്യം വരുന്നത്. എനിക്ക് അറിയത്തില്ല എൻ്റെ വേദന. അതെ ക്ലീറ്റോ ഒന്നല്ല. പൊന്നു കർത്താവേ, ഒന്നും പറയണ്ട. ഒരു കോഴിക്കടയിൽ പോയാ ഈ കണ്ട എല്ലാവരും ഇപ്പോൾ കോഴി അതിനുള്ളൂ എന്ന് തോന്നുന്നു. കോഴി വാങ്ങിക്കാൻ ആള് തന്നെ. ഇതെന്തുവാ? ഇത് നമ്മുടെ അപ്പുക്കുട്ട സാറിൻ്റെ മറ്റേ തർക്കത്തിൽ കിടന്ന സ്ഥലം കച്ചവടമായി. അപ്പം അതിൻ്റെ അഡ്വാൻസാണ്. സാറ് ഇച്ചിരി ദൂരെയാണ്. അപ്പം എന്നോട് പറഞ്ഞ് മേടിച്ച് വെക്കാൻ പറഞ്ഞു. എന്തിനാ ക്ലീറ്റോ പൈസ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നീ ഇനി ഇത് കിടന്ന് വിളിച്ചു പോകണ്ട. നാളെ ഇത് എവിടെയും കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്ന. അല്ലെങ്കിൽ ഇത് ചിക്കൻ അങ്ങോട്ട് വയ്ക്ക്. ചിക്കൻ മാത്രമേ ഉള്ളൂ? പിന്നെ എന്താ വേണം? നൈസായിട്ട് ചിക്കനിലങ്ങ് ഒതുക്കി കളഞ്ഞല്ലേ. ഇന്നലെ രാത്രി തിന്ന താറാവ് അങ്ങോട്ട് ഇറങ്ങിയാ നിന്റെ? അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് കാലൊക്കെ വിഴുങ്ങിയത്. പിന്നെ ഇത് 2 കോഴിയാണ്, 4 കാലുണ്ട്. കാല് ഫ്രൈ ചെയ്യണം. അതെ, എല്ലാം കൂടെ കറി വെക്കാൻ നിൽക്കല്ലേ മച്ചമ്പി. 10-20 അരിയുണ്ട മേടിച്ചാലാന്നൊരു ഓഫർ പറഞ്ഞിട്ട് അത് ഇതുവരെ കിട്ടിയില്ല. എൻ്റെ പൊന്ന് റൊണാൾഡേ, അരിയുണ്ട ചൂടോടുകൂടി നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് പറഞ്ഞ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ കയറി കണ്ടിട്ടാ വന്നത്. നല്ല വണ്ണത്തിലും പൊണ്ണത്തിലുള്ള അരിയുണ്ട. കൊറേ നാളുണ്ടായിരിക്കും ഈ മച്ചമ്പി അതെന്തുവാ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവൻ്റെ കയ്യിരിപ്പിൻ്റെ കുഴപ്പമാണ്. അല്ല, അതിന്റെ അർത്ഥം എന്തോന്നു? എടീ, മച്ചമ്പി എന്ന് പറഞ്ഞാൽ ഞാനും നിന്റെ കനകമാവനുമായിട്ടുള്ള ബന്ധമല്ലേ, അതാണ് മച്ചമ്പി എന്ന് ഉദ്ദേശിക്കുന്നത്. പെങ്ങള് ഇത് അനിയനല്ലേ? ഇവനെ നെയ്യാറ്റിക്കരുത് പൊതു മച്ചമ്പിയാ. നാക്കെടുത്ത് ആരെ മച്ചമ്പിന്ന് വിളിക്കൂ. എന്നിട്ട് പറഞ്ഞു ഇവന്റെ അപ്പച്ചനില്ലേ, ഇവന്റെ പപ്പേ, ഒരു ദിവസം വിളിക്കും മച്ചമ്പി അപ്പച്ചാന്ന്. ഇത് സംഭവം എന്താന്ന് വെച്ചാൽ, ജനിച്ച ആള് പോലെ ഞാൻ ക്ലീറ്റോ ചേട്ടനെ മച്ചമ്പിന്നാ വിളിച്ചത്. അത് ഇനി മാറ്റി വിളിക്കാനൊക്കെ പറ്റത്തില്ല. അല്ലോ തക്ക മച്ചമ്പി. അല്ല ചേട്ടത്തി, അത് വിളിക്കുമ്പോ ഒരു സുഖമാ. പിന്നെ ആ താക്കോല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അലമാരി പൈസ വെച്ചിട്ടുണ്ട്. എത്ര മണിയായോ എന്തോ? എന്തിനാടി? മറ്റേ പടം ഉണ്ടെന്ന് 666. ഏത് നീ ഇന്നാള് പറഞ്ഞ പടാ? ഇത് കാണണം. അത് കാണാൻ കഥയാ, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് കാണാൻ അറിയാൻ പാടില്ല, ടിവിയിൽ വരൂലേ. അല്ല, കഥ അറിഞ്ഞിട്ട് ആട്ടം കാണണമെന്നതല്ല പണ്ടുള്ള ഒരു വേണ്ട, ഞങ്ങൾ കഥ അറിയാതെ ആട്ടം കണ്ടോളാം. കാണുന്നുണ്ടോ? എന്നാ പെട്ടെന്ന് റെഡിയാക്കും. എവിടെ? അതൊന്ന് വേഗം ചെയ്തു തന്നെ. അത് തീരും ഇപ്പൊ. ആണോ? ഞാൻ ഇതാ വരാം. പാർട്ടി ഓഫീസിൻ്റെ അവിടെ റീത്തൂടെ സെറ്റാക്കേ. ഞാൻ വരാം, അതാ ഇറങ്ങിടാ. ഓ അപ്പോൾ ഇവിടെ സാറിനെ ഞാൻ വിളിച്ച് പറയാം. ഓ തങ്കം, ഒരു മരിപ്പ്. നമ്മുടെ അൻസാറിന്റെ മാമ മരണപ്പെട്ടു. അയ്യോ, സുഖമില്ലാതെ കിടക്കായിരുന്നില്ല 2 ദിവസം. സുഖമില്ലാതെ 2 ദിവസമായിട്ട് ആശുപത്രി കിടക്കായിരുന്നു. അത് പക്ഷേ ഇച്ചിരി ഇമ്പ്രൂവ്മെന്റ് വന്നതാണ്. പിന്നെ ഇന്നലെ പെട്ടെന്ന് എന്തോ ഇന്നലെ ഞാൻ പോയിച്ചു വരാം. പോയ പാർട്ടിയുടെ ഇതായിട്ട് നമ്മൾ ആരെങ്കിലും ഒക്കെ ചെന്നില്ലെങ്കിൽ മോശം. കഴിക്കാതെ പോവാനോ? ഞാൻ വന്നിട്ട് ചോദിച്ചോളാം. അരിവുണ്ട എടുക്കാൻ മറക്കല്ലേ? ഓ നോക്കിക്കൊണ്ട് ചെന്ന് കറി റെഡിയാക്ക്. അത് നിങ്ങൾ വേഗം റെഡിയാക്കി താ, ഞാൻ ചിക്കൻ കഴിയുമ്പോഴത്തേനും. ഇത് തീർന്നേ അമ്മ? പെട്ടെന്ന് ഓട്ടോ പോലെ